നമസ്കാരം, ഗ്രേപ്സ് ഐഡിയമാരിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ജി എസ് ടി ഫിയർ. നമുക്ക് ജി എസ് ടിയുടെ ഒരു പേടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വളരെ അർത്ഥവത്തായ ചില കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. ജി എസ് ടി 2017 അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ധാരാളം കൺഫ്യൂഷൻസും ടാക്സേഷനിൽ നമുക്കതിൻ്റെ കൂടെ അന്ന് ലഭിച്ചിരുന്നു. വളരെ നല്ല കാര്യമാണ് ഇന്ത്യ മുഴുവനും ഏകീകൃതമായ ടാക്സ് വന്നു എന്നത്. അപ്പോഴും അതുമായി ബന്ധപ്പെട്ട ജി എസ് ടി എൻ പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കൺഫ്യൂഷൻസ് ആയിരുന്നു തുടക്കകാലത്ത് നമ്മൾ ഫേസ് ചെയ്തത്. അന്ന് ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ നമ്മുടെ ബില്ലിംഗ് ഗ്രേപ്സ് ജി എസ് ടി ബേസ്ഡ് ആക്കി തന്നെ കൺവേർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ജി എസ് ടിയുടെ 56ാമത്തെ കൗൺസിൽ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ പല ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ടാക്സ് റേറ്റിലുള്ള ചേഞ്ചിനെ കാണുന്നത് 5% 18% 2 ടാക്സ് മാത്രമായി നിജപ്പെടുത്തി എന്നൊക്കെയുള്ള രീതിയിലാണ് ഡിസ്കഷൻസ് പോകുന്നത്. റിയൽ ഫാക്റ്റ് അങ്ങനെയല്ല. നമുക്ക് 5%, 18%, 40%, പിന്നെ ഒരു 3%, അങ്ങനെ പല ഡിഫറൻറ്റ് സ്ലാബുകൾ ഉണ്ട് ഇപ്പോഴും. റിയലി 2 കാറ്റഗറി ഒഴിവാക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. 12ഉം 28ഉം. അപ്പോഴും ചില 28% ടാക്സുകളൊക്കെ വീണ്ടും നിലനിൽക്കുന്നുണ്ട്. അത് ചില കണ്ടീഷൻസിലാണ് നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ചസ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും മെയിലായിട്ടും കോളുകളായിട്ടും നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു ആ പ്രിപ്പറേഷൻസ് വേണ്ടിയിരുന്നത്? നമുക്ക് സ്വാഭാവികമായിട്ടും 22-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇൻവോയ്സുകളെല്ലാം GRN നടത്തി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ഒന്നും മിച്ചമിരിക്കത്തക്ക വിധത്തിൽ ആ സമയത്ത് പർച്ചേസുകൾ നടത്താതിരിക്കുക. HSN കോഡുകളെല്ലാം തന്നെ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്തിരുന്നു. പലപ്പോഴും ഈ ടാക്സ് റേറ്റുകൾ HSN കോഡുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ HSN കോഡിൽ വളരെയധികം ആക്യുറസി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചേഞ്ചുകൾ വരുമ്പോൾ നമുക്കത് ഒരുപാട് ഉപകരിക്കപ്പെടും. ഇനിയെങ്കിലും മുമ്പോട്ട് പോകുമ്പോൾ അത് കൃത്യമായി പാലിക്കുക. വളരെയധികം പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഈ ജി എസ് ടി തുടങ്ങിയ കാലത്ത് 4 അക്ക HSN കോഡ് ഉപയോഗിച്ചു. പിന്നെന്തിനാണ് ഈ 6 അക്കോ 8 അക്കോ ഒക്കെ വന്നത്? അത് തുടങ്ങാനുള്ള ഒരു സൗകര്യമായിരുന്നു എങ്കിൽ ഇന്നതിൻ്റെ ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ് 8 ഡിജിറ്റിൽ എത്തി നിൽക്കുന്നത്. ഇൻ്റർനാഷണൽ HSN കോഡിൽ 6 ഡിജിറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ നമ്മളത് 8 ഡിജിറ്റിലേക്ക് എത്തി. മോർ ആക്യുറേറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഐറ്റം വൈസ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സർവീസ് വൈസ് ക്ലാസിഫിക്കേഷൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് 8 ഡിജിറ്റിലേക്ക് പോയത്. സോ ആ ഒരു തലത്തിൽ നമുക്ക് HSN ഒന്ന് കറക്റ്റ് ചെയ്ത് ഇനിയും പോകേണ്ടുന്നതുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഈ ഹോസ്പിറ്റലുകളിൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് GST ചേഞ്ചാണ് പ്രൊവൈഡ് ചെയ്തതെങ്കിലും ഡേറ്റ മാനേജ്മെൻറ്റ് വളരെയധികം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള ആക്യുറസി പ്രോബ്ലംസ് അശ്രദ്ധമായി GRN എൻട്രി ചെയ്ത് കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് പല ഹോസ്പിറ്റലിലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നീട് നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഈ ടാക്സിൻ്റെ റേറ്റ് കുറച്ചതുകൊണ്ടുള്ള ബെനിഫിറ്റ് പേഷ്യൻ്റ് എങ്ങനെ കിട്ടണം, അതിനെന്ത് ചെയ്യണമെന്നതാണ്. പലപ്പോഴും ഹോസ്പിറ്റലുകൾ സഫർ ചെയ്യുന്നൊരു മേഖലയുണ്ട്. കാരണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ടാക്സ് കാൽക്കുലേഷൻ റിവേഴ്സ് കാൽക്കുലേഷനാണ്. നമുക്കെല്ലാം അറിയാവുന്ന MRPയിലാണ് ഇതെല്ലാം സെയിൽ നടക്കുക. റിവേഴ്സ് കാൽക്കുലേഷനാണ്. ഇനി എല്ലായ്പ്പോഴും നമ്മൾ MRPയിൽ തന്നെ സെയിൽ ചെയ്യുന്നില്ല. കാരണം ചില പ്രോഡക്റ്റുകൾ നമുക്ക് ലാഭം വളരെ കുറവാണ്. 12%, 20% ഒക്കെ ലാഭം മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റ് ചില പ്രോഡക്റ്റുകൾക്ക് വളരെ അധികം ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലുകൾ പലപ്പോഴും ചെയ്യുന്നത് 5%, 10% ടോട്ടൽ നമ്മളതിൻ്റെ പ്രൈസ് കുറച്ച് കൊടുക്കും. അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോൾ വളരെ ലാഭം കിട്ടുന്ന പ്രോഡക്റ്റിൽ ലാഭം പിന്നീടും ഉണ്ടാവും. ചില പ്രോഡക്റ്റിൽ ലാഭമേ ഉണ്ടാകില്ല. പക്ഷേ ഓവറാൾ സെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് എൻ്റയർ പ്രോഡക്റ്റുകൾക്ക് അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്നത് അതൊരിക്കലും അതിൻ്റെ MRP അല്ല, ഡിസ്കൗണ്ടഡ് റേറ്റാണ്. ആ ഡിസ്കൗണ്ടഡ് റേറ്റിനെ സെയിൽസ് റേറ്റ് എന്നാണ് വിളിക്കുക.
ഈ MRPയുടെ റൂളുണ്ട് 1995 വന്നിട്ടുള്ള. ഈ MRP റൂളിൽ പറയുന്നതനുസരിച്ച് നമുക്ക് റീറ്റെയിലർക്ക് ഒരിക്കലും MRP ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അത് മാനുഫാക്ചറും സപ്ലയറും ഒക്കെ MRP ഫിക്സ് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് തന്നിട്ടുണ്ടാവും. ആ പ്രോഡക്റ്റ് MRPയിൽ നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ സെയിൽസ് റേറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് വരുത്താം. അത് MRPക്ക് താഴേക്ക് മുകളിലേക്ക് പറ്റില്ല. പലപ്പോഴും ഈ നിയമത്തെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ട് ചില സർക്കാരിൻ്റെ ഡിസിഷൻസ് പോലും തെറ്റായി വരാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഫ്ലഡ്സസ് ആയിരുന്നു. അത് അനൗൺസ് ചെയ്യപ്പെട്ട സമയത്ത് പേഷ്യൻറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കണം ആ പൈസ എന്ന രീതിയിൽ അനൗൺസ് ചെയ്തപ്പോൾ മിക്കവാറും സോഫ്റ്റ്വെയറുകളിലെല്ലാം തന്നെ അതുവരെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് MRP ആണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് റേറ്റ് ആണെങ്കിൽ അതിന് മുകളിൽ 1% ആഡ് ചെയ്യാൻ തുടങ്ങി. സെയിൽസ് റേറ്റ് ആണെങ്കിൽ പലപ്പോഴും കുഴപ്പം വരില്ല. പക്ഷേ നമുക്കത് MRPയിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ അതിന് മുകളിലേക്ക് ചാർജ് വന്നു. അതൊരിക്കലും ലീഗലി ഫിറ്റ് അല്ല, ഇല്ലീഗലാണ്, ഒഫൻസാണ്. പക്ഷേ സർക്കാർ വിത്തിൻ ഡേയ്സ് അത് തിരുത്തി പറഞ്ഞു. MRPക്ക് മുകളിൽ അതൊരിക്കലും വരാൻ പാടില്ല. നമ്മൾ അത് റിവേഴ്സ് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കണമെന്നത് പിൻവലിച്ചു. നമ്മൾ ആ സെസ് അടയ്ക്കണം, അതായത് റീകാൽക്കുലേറ്റ് ചെയ്ത് അടയ്ക്കണം എന്നതായി. പലപ്പോഴും 1% അങ്ങനെ ആഡ് ചെയ്ത് വന്നപ്പോൾ വളരെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കുറഞ്ഞ പ്രോഡക്റ്റുകളിൽ അത് പ്രശ്നമായെങ്കിലും കൂടുതലുള്ള പ്രോഡക്റ്റുകളിൽ അത് പ്രശ്നമായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ GST2 എന്ന് നമ്മൾ വിളിക്കുന്ന ഈ 56ാമത്തെ ചേഞ്ച്, ഒരു മീറ്റിങ്ങിൽ വന്ന മാറ്റങ്ങൾ, വളരെയധികം അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ, സോറി. അപ്പോൾ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടപ്പോൾ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയറിൽ കൃത്യമായും ചേഞ്ച് അപ്ഡേറ്റ് ചെയ്ത് ഗ്രേപ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. എന്നാൽ ഡേറ്റ പലപ്പോഴും കൃത്യമായി മാനേജ് ചെയ്യാത്തത് കൊണ്ടും ആ ഡേറ്റയിലെ ഓട്ടോമേഷൻ പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് വരാൻ സാധ്യത കുറവായതുകൊണ്ടും നമ്മൾ ഡേറ്റ മാനേജ്മെൻറ്റ് വേണ്ടുന്നവർക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ആ ദിവസങ്ങളിൽ ഒരു പെയ്ഡ് സർവീസ് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകൾ ആ പെയ്ഡ് സർവീസിനെയും യൂട്ടിലൈസ് ചെയ്തു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഫ്രീ ആയിട്ട് ലഭിച്ചതിന് ശേഷവും ഡേറ്റ മാനേജ് ചെയ്യുന്നുള്ള പെയ്ഡ് സർവീസ് യൂസ് ചെയ്തു. പലപ്പോഴും എന്താണ് അതിൻ്റെ സാഹചര്യം? കാരണം നമുക്ക് 12% നിന്ന് 5% മാറിയ പ്രോഡക്റ്റുകൾക്ക് 7% ഡിസ്കൗണ്ട് ചെയ്ത സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുണ്ട്. 6.25 റേറ്റ് മാറ്റിയതുകൊണ്ട് ചിലർ MRP തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റി റീറൈറ്റ് ചെയ്ത് കൊടുത്തു. അവിടെ പലപ്പോഴും വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്തത്. കാരണം MRP മാറ്റാൻ മാനുഫാക്ചറുടെ ഭാഗത്തുനിന്ന് അഡ്വൈസ് വരുന്നതിന് മുമ്പ് നമുക്ക് അത് മാറ്റാനുള്ള റൈറ്റില്ല. ഗവൺമെൻറ് റൂൾ അനുസരിച്ച് GSTയിൽ മാറ്റം അനുവദിച്ചപ്പോൾ തന്നെ മാനുഫാക്ചേഴ്സ് ആ ഡിസിഷൻ എടുക്കേണ്ടതാണ്. അവർ പല കമ്പനികളും എടുത്തു. പക്ഷേ എല്ലാ കമ്പനികളും 22-ാം തീയതിക്കുമ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടില്ല. എസ്പെഷ്യലി പ്രോഡക്റ്റിൽ തന്നെ ഒരേ പ്രോഡക്റ്റിൽ ഡിഫറൻറ്റ് ബാച്ചിന് ഡിഫറൻറ്റ് MRP ഉണ്ട് എന്ന സാഹചര്യം നിലനിൽക്കെ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് നിങ്ങൾ 6.25% കുറയ്ക്കാൻ പറയുക, അല്ലെങ്കിൽ അതിനൊരു പോർട്ടൽ പ്രൊവൈഡ് ചെയ്യുക എന്നതുപോലെയുള്ള ട്രിക്കി വേസാണ് പല മാനുഫാക്ചേഴ്സിൻ്റെയും വെബ്സൈറ്റിൽ കണ്ടത്. കൃത്യമായ ഒരു പ്രൈസ് ലിസ്റ്റ്, റിവൈസ്ഡ് MRP പ്രൈസ് ലിസ്റ്റ് അനൗൺസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെയിൽസ് റേറ്റ് ആണ് മാറ്റുന്നതിന് റീറ്റെയിലർക്ക് പെർമിഷനുള്ള, MRP അല്ല. നമ്മൾ അതിന് സഹായിച്ചിരുന്നു. പിന്നീട് MRP അനൗൺസ് ചെയ്യപ്പെട്ട മുറയ്ക്ക് MRP എഡിറ്റ് ചെയ്യാനും സഹായിച്ചു. ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റീറ്റെയിലർക്ക് അവിടെ റൈറ്റ് വളരെ കുറവാണ് MRPയിൽ ടച്ച് ചെയ്യാനായിട്ട്. എന്നാൽ സെയിൽസ് റേറ്റ് താഴേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, മേളിലേക്ക് പറ്റില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഓൾമോസ്റ്റ് ഹോസ്പിറ്റലുകളെല്ലാം ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പല ഹോസ്പിറ്റലുകളും ഇതിനെക്കുറിച്ച് ഇഗ്നോറൻ്റ് ആയിരുന്നു. എന്നാൽ ചില ഹോസ്പിറ്റലുകൾ ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് ഞങ്ങൾ ആൾറെഡി പണ്ടേ കൊടുക്കുന്ന സെയിൽസ് റേറ്റ് ആനുപാതികമായി നോക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞതാണ്. അതായത് ഇപ്പോൾ സർക്കാർ ഇത് കുറച്ചപ്പം അല്ല, അതിനു മുമ്പ് തന്നെ നമ്മളിത് കൊടുത്തു എന്ന് പറഞ്ഞ് പിന്നീടൊരു ചേഞ്ചും സെയിൽസ് റേറ്റ് വരുത്താത്ത ഹോസ്പിറ്റലും ധാരാളമുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പം IV കാനില 13 രൂപ 50 പൈസയ്ക്ക് പർച്ചേസ് റേറ്റുള്ള ഒരു പ്രോഡക്റ്റ് 245 രൂപ MRP ആണ്. പലപ്പോഴും ഹോസ്പിറ്റലിൽ 1800% പ്രോഫിറ്റ് ഒന്നും അതിൽ നിന്ന് എടുക്കാറില്ല. ചെറിയൊരു പെർസെൻറ്റേജ് കുറച്ച് കൊടുക്കും. അവർ മൊത്തം പ്രോഡക്റ്റിൻ്റെ 10% കുറച്ച് കൊടുക്കും. ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും മറ്റ് പ്രോഫിറ്റ് കുറഞ്ഞ പ്രോഡക്റ്റുകളിൽ കൂടി ഇത് ബാലൻസ് ചെയ്യും. അങ്ങനെ കുറച്ചിട്ടുള്ള ഹോസ്പിറ്റലുകൾ പലപ്പോഴും
അവർ റീകാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു പെർസെൻറ്റേജ് ഓവറാൾ എടുക്കുമ്പോൾ ആൾറെഡി കൊടുത്തുകൊണ്ടിരുന്ന ഡിസ്കൗണ്ടിനകത്ത് തന്നെയാണ് വരുന്നത് എന്നതുകൊണ്ട് ചേഞ്ച് വരുത്തിയിട്ടില്ല. അപ്പം കസ്റ്റമൈസ്ഡ് ആയിരുന്നു ഈ ഒരു ചേഞ്ച് ഹോസ്പിറ്റലുകളിൽ അപ്ലൈ ചെയ്യപ്പെട്ടത്. ഈ കസ്റ്റമൈസ്ഡ് ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മളിതിനൊരു ഓട്ടോമേറ്റഡ് എഞ്ചിൻ ഉണ്ടാക്കിയെങ്കിൽ ഇതൊരു യൂണിഫോം ജോബായിരുന്നില്ല. ദിവസങ്ങൾ നീണ്ടു നിന്ന ജോബായിരുന്നു പലപ്പോഴും ഇതൊന്ന് സാറ്റിസ്ഫൈഡ് ആക്കിയെടുത്ത് എൻഡ് യൂസറായ ഹോസ്പിറ്റലിനും ഹോസ്പിറ്റലിൻ്റെ എൻഡ് യൂസറായ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ കസ്റ്റമർക്കും ഇത് കൃത്യമായും അവൈലബിൾ ആക്കുന്നത്. എന്നാൽ സോഫ്റ്റ്വെയറിൽ ബില്ലിംഗ് എല്ലാം തന്നെ ആദ്യ ദിവസം 22-ാം തീയതി തന്നെ എവറിത്തിങ് ഫൈൻ ആയിരുന്നു, ഫിറ്റായിരുന്നു. പക്ഷേ ഈ ഡേറ്റ മാനേജ്മെൻറ്റ്, റേറ്റ് ഓഫ് സെയിൽ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നതിന് ഓരോ ഹോസ്പിറ്റലിൻ്റെയും ഡിസിഷൻ ആനുപാതികമായ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം വരെയും നടന്നുകൊണ്ടിരുന്നത്. ഇനിയാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രശ്നം. ഈ മാസം എൻഡ് ചെയ്യുമ്പോൾ അടുത്ത 10-ാം തീയതി നമ്മൾ GSTR1 ഫയൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമുക്കറിയാം GSTR 2-ലും GSTR 2B-ലും ഒക്കെ വരുന്ന ചേഞ്ചസ് ഈ മാസം വളരെ ക്രൂഷ്യലാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്സ് റേറ്റുകളിലാണ് പർച്ചേസും സെയിൽസും പല പ്രോഡക്റ്റുകൾക്കും പോയിരിക്കുന്നത്. ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ നമ്മൾ പഴയ ടാക്സ് റേറ്റിൽ സെയിൽസ് ചെയ്ത പ്രോഡക്റ്റുകൾ റിട്ടേൺ എടുക്കുമ്പോൾ അതേ ടാക്സ് റേറ്റിലാണ് റിട്ടേൺ എടുക്കേണ്ട. സപ്ലയറുടെ നിന്ന് നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റുകളെ റിട്ടേൺ ചെയ്യുമ്പോഴും അതേ ടാക്സ് റേറ്റിൽ തന്നെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുൾപ്പെടെയുള്ള അഡ്വൈസുകൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ടുണ്ട്. പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടും കൂടെയാണ് ഈ ഒരു അഡ്വൈസ് ഇപ്പോൾ വരുന്നത്. നമുക്കത് ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. അടുത്ത 10-ാം തീയതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ GST2-വിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് സപ്പോർട്ട് ഹയർ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടിലും, കാരണം ആ ദിവസം വളരെ ഹറിബറിയായിട്ട് ആ ഫയലിംഗ് സമയത്തായിരിക്കും പലരും ഇപ്പോൾ 22-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം അതുവരെ ഉണ്ടായിരുന്ന മെയിലുകളെ ശ്രദ്ധിക്കാതെ നമ്മൾ അന്ന് എവറിത്തിങ് ഫയൽ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച ഹോസ്പിറ്റലുകൾ പോലെ തന്നെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ GST7 റിപ്പോർട്ടിൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ TDS ഫയലിംഗ് ഇൻവോയ്സ് ബേസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ടാക്സ് നമ്മൾ TDS കട്ട് ചെയ്യുന്ന ധാരാളം സാഹചര്യങ്ങൾ ഹോസ്പിറ്റലുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്, ശ്രദ്ധിക്കാതെ പോകരുത്. നമ്മുടെ ടാക്സ് കൺസൾട്ടൻറ്റുമായിട്ട് ഓഡിറ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ട് GST7 കൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തയിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പം GST2-ൽ വന്ന ചേഞ്ചസ് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടവർക്ക് സ്വാഭാവികമായിട്ടും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊരു തടസ്സമില്ല. നമുക്ക് GST ആയിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് തന്നെ ഒരു വിങ് സെപ്പറേറ്റ് ആയിട്ട് ഗ്രേപ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സർവീസ് പൂർണ്ണമായിട്ടും ഇവിടെ എല്ലാ ദിവസവും അവൈലബിൾ ആണ്.